നമസ്കാരം. ഇന്ത്യയുടെ പ്രഥമ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാന്റെ ആദ്യ സുപ്രധാന പരീക്ഷണ ദൗത്യം ഗഗൻയാൻ G1 ഈ മാസം വിക്ഷേപിക്കുവാൻ ISRO ഒരുങ്ങുന്നു. ആളില്ലാതെയുള്ള ഈ പരീക്ഷണ വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും നടക്കുക. 2027 നടക്കാനിരിക്കുന്ന മനുഷ്യ ദൗത്യത്തിന് മുന്നോടിയായുള്ള ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഇത്. ISROയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ LVM-3 ആണ് ഈ ദൗത്യത്തിന് ഉപയോഗിക്കുന്നത്. മനുഷ്യരെ വഹിക്കാൻ പാകത്തിന് സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തിയ ഹ്യൂമൻ റേറ്റഡ് പതിപ്പാണ് ഈ റോക്കറ്റ്. പേടകത്തിനുള്ളിലെ മർദ്ദം, താപനില, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ കൃത്യമാണോ എന്ന് പരിശോധിക്കുകയാണ് ഈ വിക്ഷേപണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ദൗത്യത്തിലെ ഏറ്റവും ആകർഷണീയമായ ഘടകം വ്യോമമിത്ര എന്ന ഹ്യൂമൻ റേറ്റഡ് റോബോട്ടാണ്. മനുഷ്യന്റെ ശാരീരിക ഘടനയോട് സാമ്യമുള്ള ഈ റോബോട്ട് ബഹിരാകാശ യാത്രയിൽ മനുഷ്യ ശരീരം നേരിട്ടേക്കാവുന്ന വെല്ലുവിളികൾ പഠിക്കുവാൻ സഹായിക്കും. പേടകത്തിനുള്ളിലുള്ള സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കുവാനും ഗ്രൗണ്ട് സ്റ്റേഷനുമായി സംവദിക്കുവാനും സാധിക്കുന്ന തരത്തിലാണ് വ്യോമമിത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പേടകത്തിലെ ഓക്സിജന്റെ അളവ്, അന്തരീക്ഷമർദ്ദം, താപനില എന്നിവ മനുഷ്യർക്ക് അനുയോജ്യമാണോ എന്ന് ഈ റോബോട്ട് സെൻസറുകൾ വഴി നിരീക്ഷിക്കാനാകും. സാധാരണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യയാത്രയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഹ്യൂമൻ റേറ്റഡ് LVM-3 റോക്കറ്റാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വിക്ഷേപണ സമയത്ത് എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ യാത്രികർ ഇരിക്കുന്ന ഭാഗം സുരക്ഷിതമായി റോക്കറ്റിൽ നിന്നും അടർന്നു മാറുകയുള്ള ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഇതിൽ സാങ്കേതിക വിദ്യയായി ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സംവിധാനത്തിന്റെ പരാജയ സാധ്യതകൾ പരമാവധി കുറയ്ക്കുകയും സുരക്ഷ 100% ഉറപ്പാക്കുകയും ചെയ്യും. ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച ശേഷം നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തുന്ന പേടകം ഏകദേശം 3 ദിവസത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരികെ ഇറങ്ങും. ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിച്ച് നിശ്ചിത സമയത്തിനു ശേഷം സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുക എന്നത് ഈ ദൗത്യത്തിൽ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ സഹായത്തോടെയാണ് പേടകം വീണ്ടെടുക്കുന്നത്. പേടകത്തിന്റെ സുരക്ഷിതമായ തിരിച്ചിറക്കവും കടലിലെ ലാൻഡിങ്ങും ഈ ദൗത്യത്തിലൂടെ ISRO പരീക്ഷിക്കും. G1 ദൗത്യം വിജയകരമാകുന്നതോടെ ഇന്ത്യയുടെ മനുഷ്യ ദൗത്യവുമായ ഗഗൻയാൻ H1ലേക്കുള്ള വഴി തെളിയും. 2027 മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള ഗഗനചാരികൾ ഈ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. ഈ പരീക്ഷണം വിജയിക്കുന്നതോടെ ബഹിരാകാശത്തേക്ക് സ്വന്തമായി മനുഷ്യരെ അയക്കാനുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.